നമ്മൾ അടുത്ത ഓപ്പറേഷനിലേക്ക് പോവാണ്. അതായത് ഇൻസേർഷൻ. അപ്പോൾ ആദ്യം സ്റ്റെപ്പൊക്കെ പഠിക്കുന്നതിനേക്കാൾ മുന്നേ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആദ്യം കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇൻസേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് അവിടെ ഉണ്ട്. അതിലേക്ക് ഞാൻ പുതിയൊരു നോഡിനെ എന്ത് ചെയ്യുന്നു, ഇൻസേർട്ട് ചെയ്യുന്നു. അതാണ് ഇൻസേർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മെയിനായിട്ട് 3 പൊസിഷനിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഒന്ന് ബിഗിനിങ് എന്ന് പറയുമ്പോൾ പല ആൾക്കാരും കൺഫ്യൂസ് ആവുന്നൊരു കേസ്, ഈ ഹെഡ് നോഡിന് പകരം പുതിയൊരാളെ ഇൻസേർട്ട് ചെയ്യുകയാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. ആക്ച്വലി ബിഗിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഫസ്റ്റ് നോഡ് തന്നെയാണ് ഹെഡ് കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ നോഡ്. ഹെഡ് കഴിഞ്ഞിട്ട് നമ്മളൊരാളെ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, ബിഗിനിങ്ങിൽ ഇൻസേർട്ട് ചെയ്യുക എന്ന് പറയുക. എൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നോഡിനും കഴിഞ്ഞു, അതിനുശേഷം പുതിയൊരാളെ ഇവിടെ ഈ പൊസിഷനിൽ പുതിയൊരാളെ കൊണ്ടുപോയി ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഞാൻ എന്ത് വിളിക്കുന്നു, എൻഡിൽ ഇൻസേർട്ട് ചെയ്യാമെന്ന് വിളിക്കുന്നു. അത് രണ്ടും നമുക്ക് കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ബിഗിനിങ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ആണ്, എൻഡ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ആണെന്നുള്ളത്. കീ പൊസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളോട് ഒരു പെർട്ടിക്കുലർ ഡാറ്റ പറയുകയാണ്. ആ ഡാറ്റ പറഞ്ഞിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളോട് ഡാറ്റ അഥവാ കീ ആയിട്ട് പറയുന്നത് 10 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 10 കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അതായത് നമ്മളോട് കീ എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ വാല്യൂ എവിടെയാണോ ഉള്ളത്, ആ വാല്യൂ ഉള്ള നോഡ് ഏതാണെന്നുള്ളത് ഫസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് ആ നോഡിൻ്റെ തൊട്ട് വലതുവശത്ത് അല്ലേ, തൊട്ട് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, കീ പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബിഗിനിങ് ഉണ്ട്, എൻഡ് ഉണ്ട്, കീ പൊസിഷൻ ഉണ്ട്. ആദ്യം എന്താണെന്നൊക്കെ, ബിഗിനിങ് എന്ന് പറഞ്ഞാൽ ഹെഡ് കഴിഞ്ഞിട്ടുള്ള ആദ്യം ഇൻസേർട്ട് ചെയ്യുക, എൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റിൽ കൊണ്ടുപോയിട്ട് ഇൻസേർട്ട് ചെയ്യുക. കീ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കീ അഥവാ ഡാറ്റ ഉണ്ടാവും, അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഞാൻ എന്ത് ചെയ്യുക, കൊണ്ടുപോയിട്ട് ഇൻസേർട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ കീ എന്നാണ് എഴുതുക, നമ്മളതിലുള്ള 10, 20 എന്നൊന്നും എഴുതില്ല. കാരണം ജനറലൈസ് ചെയ്തിട്ടാണല്ലോ ആൽഗോരിതം പ്രോഗ്രാം ഒക്കെ എഴുതുക. ഓക്കെ, എന്താണ് ഇത് 3 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. 1 ബൈ 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് ബിഗിനിങ് ഇൻസേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് എന്ത് പറഞ്ഞു, ഹെഡ് കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ പൊസിഷനിലാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഹെഡ് ഇതാണ്, ഹെഡ് കഴിഞ്ഞിട്ട് വരുന്ന ആദ്യം, അതായത് ഹെഡ് ഇത് ഇങ്ങനെയായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, കണക്ഷൻ പോകുന്നുണ്ടാവുക. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഏതൊക്കെ നോഡാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഇതിൽ നിന്ന് നോക്കുക. ഹെഡ് കഴിഞ്ഞിട്ട് വരുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ഷൻ എങ്ങനെയായിരിക്കും പോകുന്നുണ്ടാവുക, ഇങ്ങനെ വരും, അതിനുശേഷം ഇങ്ങനെ വരും, ഇങ്ങനെയായിരിക്കുമല്ലോ കണക്ഷൻ പോകുന്നുണ്ടാവുക. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലേക്കാണ് ഈ നോഡിനെ നമ്മൾ കയറ്റാൻ പോകുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കയറുന്നത് കൊണ്ട് തന്നെ, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ 2 ആൾക്കാരുമായിട്ട് സ്വാഭാവികമായിട്ടും എന്ത് വരും, കണക്ഷൻ വരും, പാർട്ടിസിപ്പേഷൻ വരും. അപ്പോൾ 3 ആൾക്കാരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഒന്ന് ഹെഡ് നോഡ്, ഈ നോഡ്, ഈ 200 എന്ന് പറഞ്ഞ മെമ്മറിയിൽ കിടക്കുന്ന നോഡ്, അതേപോലെ തന്നെ ഈ നോഡ്, ഈ 3 നോഡുകളാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് 100, 200, 300. അങ്ങനെ 3 മെമ്മറിയിലായിട്ട് 3 നോഡുകൾ കിടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലിങ്ക് ലിസ്റ്റ്. അതിലേക്ക് ഞാൻ പുതിയൊരു നോഡിനെ ഇൻസേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ പുതിയൊരു നോഡിനെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ആദ്യം പുതിയൊരു നോഡിനെ റിക്വസ്റ്റ് ചെയ്യണം. ആ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നൊരു ഫംഗ്ഷനാണ് എന്ത്, ഗെറ്റ് നോഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ന്യൂ നോഡ് എന്നൊക്കെ ഓരോരുത്തർ എഴുതാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെ എഴുതാൻ പാടില്ല. ഗെറ്റ് നോഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്, ആൽഗോരിതം സൈഡിൽ. പ്രോഗ്രാമിംഗ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ആൽഗോരിതം സൈഡിൽ നമ്മളൊരു പുതിയ നോഡിനെ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് എന്ത്, ഗെറ്റ് നോഡ്. അപ്പം ഗെറ്റ് നോഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഞാൻ കൊടുത്തു. ആ ഫംഗ്ഷൻ ഞാൻ കൊടുത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി, ഒരു പുതിയ നോഡ് എനിക്ക് കിട്ടി. അപ്പോൾ ആ നോഡിന് ഞാനൊരു പേരിട്ട് വിളിക്കുകയാണ് ടെമ്പ്. അപ്പോൾ എനിക്ക് എന്ത് എഴുതാം, ടെമ്പ് is equal to ഗെറ്റ് നോഡ് എന്ന് എഴുതാം. അതാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്, ടെമ്പ് is equal to ഗെറ്റ് നോഡ്. ഇങ്ങനെ പറഞ്ഞാൽ എന്താ അതിൻ്റെ മീനിങ്, ഗെറ്റ് നോഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഞാനൊരു പുതിയ നോഡിനെ എന്ത് ചെയ്തു, റിക്വസ്റ്റ് ചെയ്തു. ആ റിക്വസ്റ്റ് ചെയ്തിട്ട് എനിക്കൊരു നോഡ് കിട്ടി. ആ നോഡിന് ഞാൻ എന്ത് പേരിട്ട് വിളിച്ചു, ടെമ്പ് എന്ന് പറഞ്ഞൊരു പേരിട്ട് വിളിച്ചു. അതാണ് ഈ 3ാമത്തെ സ്റ്റെപ്പിൻ്റെ മീനിങ്. ഇനി എനിക്ക് എന്ത് ചെയ്യാം, ഈ ടെമ്പിലേക്ക് എനിക്ക് ഇഷ്ടമുള്ള വാല്യൂവിനെ, ഇഷ്ടമുള്ള ഡാറ്റയെ സ്റ്റോർ ചെയ്ത് വെക്കാം. സപ്പോസ് ഞാൻ 8 ആണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ എന്തിൻ്റെ ഡാറ്റയാണ് 8, ടെമ്പിൻ്റെ ഡാറ്റയല്ലേ. അപ്പോൾ ഞാൻ എന്ത് എഴുതി, ടെമ്പ് ആരോ മാർക്ക് ഡാറ്റ ഈസ് ഈക്വൽ ടു 8. ടെമ്പ് ആരോ മാർക്ക് ഡാറ്റ മീൻസ് ടെമ്പിൻ്റെ ഡാറ്റ ഈക്വൽ ടു 8. അപ്പോൾ 8 എന്ന് പറഞ്ഞൊരു വാല്യൂവിനെ ഞാൻ ടെമ്പിൻ്റെ ഡാറ്റ പോർഷനിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതാണ് ഈ 3ാമത്തെയും 4ാമത്തേതിൻ്റെ മീനിങ്. നിങ്ങൾ ഇനി അങ്ങോട്ടേക്ക് പഠിക്കുമ്പോൾ മനസ്സിലാവും, നിങ്ങൾ ബിഗിനിങ്ങിലാണെങ്കിലും എൻഡിലാണെങ്കിലും കീ പൊസിഷനിലാണെങ്കിലും നമ്മൾ ഈ 2 സ്റ്റെപ്പ് കോമൺ ആണ്. ടെമ്പ് ഈക്വൽ ടു ഗെറ്റ് നോഡും ടെമ്പിൽ ഡാറ്റ ഈക്വൽ ടു ഏതെങ്കിലും വാല്യൂ, 8 തന്നെ ആവണമെന്നില്ല, ഇഷ്ടമുള്ള ഏത് വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് കോമൺ ആണ്. അത് സിംഗിൾ ലിങ്ക് ലിസ്റ്റിലാണെങ്കിലും ഡബ്ല്യൂയിലാണെങ്കിലും സർക്കുലറാണെങ്കിലും ഏതിലാണെങ്കിലും ഈ 2
സെൻറ്റൻസ് എന്താണ്, കോമൺ ആണ് എന്നുള്ളൊരു കേസ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഞാനത് ചെയ്തു. ഇനി എനിക്ക് സ്വാഭാവികമായിട്ട് ഇയാളെ പേര് എനിക്ക് കിട്ടിയില്ലേ, ഇയാളെ പേര് ടംബാണെന്ന് എനിക്ക് കിട്ടി, ഇയാളെ പേര് ഹെഡാണെന്ന് എനിക്ക് കിട്ടി. ഇനി ഇയാളും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇയാളെ പേര് കൂടി കിട്ടണം. എന്നാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതേപോലെ ഒരു കണക്ഷൻ വരച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു കണക്ഷൻ ഇടണമെങ്കിൽ ഇയാളുടെ പേര് കൂടി അറിയണം. അപ്പോൾ ഞാൻ ഇയാൾക്കൊരു പേര് കൊടുക്കുകയാണ്, ഇയാൾക്ക് ഞാനൊരു PTR എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തു. അപ്പോൾ ഞാൻ ഈ കണക്ഷൻ വരക്കുന്നതിനേക്കാൾ മുന്നേ ആണ് കേട്ടോ അയാൾക്ക് അങ്ങനെ ഒരു പേര് കൊടുക്കുന്നത്. അപ്പോൾ അയാളെ PTR എന്ന് വിളിക്കണമെങ്കിൽ ഞാൻ എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കുക? PTR ഉള്ളത് എവിടെയാണ്? 200 എന്ന് പറഞ്ഞൊരു ലൊക്കേഷനാണ്. ആ 200ഉം ഹെഡും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടല്ലേ. ഹെഡിൻ്റെ ലിങ്ക് പോർഷനിലാണ് ഇപ്പോൾ ആരുള്ളത്? 200 ഉള്ളത്. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? PTR ഇസ് ഈക്വൽ ടു ഹെഡിൻ്റെ ലിങ്ക്. ഹെഡിൻ്റെ ലിങ്കിലുള്ള ആളെ ഞാൻ എന്ത് വിളിച്ചു? PTR എന്ന് വിളിച്ചു. അപ്പോൾ 200ലുള്ള ആളെ ഞാൻ PTR എന്ന് വിളിച്ചു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഇയാളെ ഹെഡാണെന്ന് കിട്ടി, ഇയാളെ പേര് PTR എന്നാണെന്ന് കിട്ടി, ഇയാളെ പേര് ടംബാണെന്ന് കിട്ടി. അപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആരാണെന്ന് ഞാൻ മനസ്സിലാക്കി, അവർക്ക് ഞാനൊരു പേരും കൊടുത്തു. ഇനി എന്താ, എനിക്ക് കഴിഞ്ഞില്ലേ, ഞാൻ ജസ്റ്റ് എന്ത് കൊടുത്താൽ മതി? കണക്ഷൻ കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് മക്കളെ 200 എന്ന് വന്നത്? ഇതാ തൊട്ടടുത്തുള്ള ആൾ 200 ആയതുകൊണ്ടാണ് ഇവിടെ 200 എന്ന് വന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലേക്ക് ടംബ് വന്നു. അപ്പോൾ ഇവിടെ ഇനി 200 എന്നാണോ വരിക? അല്ല, ടംബിൻ്റെ അഡ്രസ്സ് എന്താണോ അതല്ലേ വരേണ്ടത്. അപ്പോൾ 200 മാറിയിട്ട് അവിടെ എത്ര വരണം? 500 വരണം. 200 മാറി അവിടെ 500 വരണമെങ്കിൽ ഞാൻ എന്ത് എഴുതണം? ഹെഡിൻ്റെ എവിടെയാണ് 500 വരേണ്ടത്? ഹെഡിൻ്റെ ലിങ്ക് പോർഷനിൽ 500 വരണം. അതായത് ഹെഡിൻ്റെ ലിങ്ക് പോർഷനിൽ ആര് വരണം? ടംബ് വരണം. ഹെഡിൻ്റെ ലിങ്ക് ഈക്വൽ ടു ടംബ്. 500 വന്നു. അപ്പോൾ ഈ കണക്ഷൻ ഓക്കെ ആയി. അപ്പോൾ ഹെഡിൽ നിന്ന് നേരെ എവിടത്തേക്ക് കണക്ഷൻ കിട്ടി? ടംബിലേക്ക് കണക്ഷൻ കിട്ടി. അപ്പോൾ ഈ കണക്ഷൻ അവിടെ ഓട്ടോമാറ്റിക്കലി എന്തായി മാറി? റിമൂവ് ആയിട്ട് മാറി. ഓക്കെ, ഇനി സ്വാഭാവികമായിട്ട് ടംബിൻ്റെ ഡാറ്റ മാത്രമേ ഞാനിവിടെ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലേ. ടംബിൻ്റെ ലിങ്ക് പോർഷൻ ഞാൻ ഫില്ല് ചെയ്തിട്ടില്ല, അതവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നുണ്ട്. അവിടെ ആരാ വരേണ്ടത്? 200 അല്ലേ വരേണ്ടത്. അവിടെ 200 വരണം. എന്തുകൊണ്ടാണ് അവിടെ 200 വരണം എന്ന് പറഞ്ഞത്? ടംബ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത പൊസിഷനിലുള്ള ആളാരാണ്? PTR. ആദ്യം ഹെഡ് വന്നു, പിന്നെ ടംബ് വന്നു, പിന്നെ PTR. അപ്പോൾ PTRൻ്റെ അഡ്രസ്സ് എന്താണോ അതാണ് ടംബിൽ വരേണ്ടത്. ടംബിൻ്റെ എവിടെയാണ് PTRൻ്റെ അഡ്രസ്സ് വരുന്നത്? ടംബിൻ്റെ ലിങ്കിൽ. സോ നമുക്ക് എങ്ങനെ എഴുതാം? ടംബിൻ്റെ ലിങ്ക് ഈക്വൽ ടു PTR. ടംബിൻ്റെ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ, അവിടെ ആര് വരണം? PTR വരണം. ദാറ്റ് മീൻസ് PTRൻ്റെ അഡ്രസ്സ് 200 വരണം. സ്റ്റോപ്പ്. ഇത്രയാണ് എന്ത് വരുന്നത്? ബിഗിനിങ്ങിൽ വരുന്നത്. അപ്പം ബിഗിനിങ് എന്ന് പറയുമ്പോൾ, ബിഗിനിങ് എന്നല്ല എന്ത് പറയുമ്പോഴും ആരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് നോക്കുക. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും നമ്മൾ കണക്ഷൻ കൊടുക്കുന്നതിനേക്കാൾ മുന്നേ പേര് കൊടുക്കണം. അപ്പം ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്തു? ഇയാൾക്കൊരു പേര് കൊടുത്തു. ഇയാളെ ഞാൻ റിക്വസ്റ്റ് ചെയ്ത് വാങ്ങിച്ചു. ഗെറ്റ് നോഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് അതിലേക്ക് ഞാൻ 8 എന്ന് പറഞ്ഞൊരു വാല്യൂ സ്റ്റോർ ചെയ്തു. ദെൻ എന്ത് ഇട്ടു? കണക്ഷൻ ഇട്ടു. ഇതാണ് എന്ത് എൻ്റെ ബിഗിനിങ്ങിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി എനിക്ക് അടുത്ത എൻഡിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. ഞാൻ എൻഡിൽ ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. ഞാനിവിടെ ഒരു ലിങ്ക് ലിസ്റ്റ് വരച്ചിട്ടുണ്ട്. ആ ലിങ്ക് ലിസ്റ്റിൻ്റെ ഏറ്റവും എൻഡിലായിട്ടാണ് ഞാൻ ആരെ ഇൻസേർട്ട് ചെയ്യുന്നത്? പുതിയൊരു നോഡിന് ഇൻസേർട്ട് ചെയ്യുന്നത്. ഈ 3 യാതൊരുവിധ വ്യത്യാസവും ഇല്ലാതെ ഞാൻ എഴുതിയ സ്റ്റെപ്പാണ്. ടംബ് ഈക്വൽ ടു ഗെറ്റ് നോഡ്. ദാറ്റ് മീൻസ് ഗെറ്റ് നോഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തപ്പോൾ എനിക്കൊരു പുതിയ നോഡ് കിട്ടി. ഈക്വൽ ടു ടംബ് എന്ന് പറഞ്ഞാൽ ആ നോഡിന് ഞാൻ എന്ത് പേര് വിളിച്ചു? ടംബ് എന്ന് പറഞ്ഞൊരു പേര് വിളിച്ചു. ദെൻ ടംബ് ഡാറ്റ ഈസ് ഈക്വൽ ടു 8 എന്ന് പറഞ്ഞാൽ ടംബിലേക്ക് ഞാൻ ആരെ സ്റ്റോർ ചെയ്തു? 8 എന്ന് പറഞ്ഞൊരു വാല്യൂവിനെ സ്റ്റോർ ചെയ്തു. ഓക്കെ, ഇനി ഇയാളെ പേര് ഹെഡ് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും തൊട്ടടുത്ത ആൾക്ക് ഞാനൊരു പേര് കൊടുക്കണം. ഞാൻ അയാൾക്ക് PTR എന്ന് വിളിക്കുകയാണ്. സോ PTR ഇസ് ഈക്വൽ ടു ഹെഡിൻ്റെ ലിങ്ക്. നമ്മൾ ഇതുവരെ എല്ലാത്തിലും ചെയ്തതാണ്. ഇയാൾക്ക് ഒരു പേര് കൊടുക്കണമെങ്കിൽ ഹെഡിൻ്റെ ലിങ്ക് ഇസ് ഈക്വൽ ടു PTR. ഓക്കെ, ഇനി ഇതിൽ ആരൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. സ്വാഭാവികമായിട്ട് എൻഡിലാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. അതായത് എൻഡിൽ ഇൻസേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കണക്ഷൻ പോകേണ്ടത് ഇത് ഇങ്ങനെയാണ് അല്ലേ. ഈ എൻഡിലുള്ള ആളെ ഇങ്ങോട്ടേക്ക് കണക്ഷൻ പോവുകയാണ് വേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ ആര് മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ? ഈ 2 നോഡുകൾ മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ. ഇയാൾക്ക് ഞാൻ ഓൾറെഡി ഒരു പേര് കൊടുത്തിട്ടുണ്ട് ടംബ്, ഇയാൾക്ക് ഞാനൊരു പേര് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇയാൾക്ക് ഓട്ടോമാറ്റിക്കലി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നേരിട്ട് പോയിട്ട് ഇവിടെ ഒരു പേര് കൊടുക്കാൻ പറ്റില്ല. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ കൊടുത്ത് വന്ന് ഇവിടത്തം വരെ എത്തണം. അപ്പം ഒന്ന് ആലോചിക്കുക, ഈ ലാസ്റ്റ് നോഡിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇതിലേക്ക് എത്താൻ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നോക്കുക. നമ്മൾ മെർജിങ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് നോഡിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ ലിങ്ക് പോർഷൻ എപ്പോഴും നള്ളായിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ എന്ത് നോക്കിപ്പോയാൽ മതി? PTRൻ്റെ ലിങ്ക് നോട്ട് ഈക്വൽ ടു നള്ളാണോ എന്ന് കണ്ടീഷൻ നോക്കിപ്പോയാൽ മതി. അപ്പോൾ ഇവിടെ ഇപ്പം PTR എന്നുള്ളത് ഇതാണ്. ഞാൻ നോക്കി PTRൻ്റെ ലിങ്ക് നള്ളാണോ? PTRൻ്റെ ലിങ്ക് നള്ളല്ല അല്ലേ, 300 നള്ളല്ല. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. PTR ഇസ് ഈക്വൽ ടു PTRൻ്റെ ലിങ്ക്. ഞാൻ ഇയാളിലേക്ക് പോയി, ഇയാളുടെ ലിങ്ക് നള്ളാണോ നോക്കി, ഇയാളുടെ ലിങ്ക് നള്ളല്ല. അപ്പോൾ അയാളുടെ ലിങ്ക് നള്ളല്ലെങ്കിൽ ഇയാളെ ഞാൻ ഇനി PTR എന്ന് വിളിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്ത് വിളിക്കുകയാണ്? തൊട്ടടുത്ത ആളെ PTR എന്ന് വിളിക്കുകയാണ്. എങ്ങനെ വിളിക്കാം? PTRൻ്റെ ലിങ്ക് ഈക്വൽ ടു PTR. അതായത് 300ലുള്ള ആളെ ഞാൻ എന്ത് വിളിക്കുന്നു? PTR എന്ന് വിളിക്കുന്നു. ഓക്കെ,
ഇനി ഇവിടെ എത്തി. ഇവിടെ ഞാൻ നോക്കി ഇതിൻ്റെ ലിങ്ക് നള്ളാണോ? പി ടി ആറിൻ്റെ ലിങ്ക് നള്ളാണോ? ലിങ്ക് നള്ളാണല്ലേ. ഇവിടെ എക്സ് എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഒരു ഇൻറ്റു മാർക്കാണ്. ഇൻറ്റു മാർക്ക് മീൻസ് നൾ എന്നാണ്. ഇത് നള്ളാണ്. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആയി. കണ്ടീഷൻ ട്രൂ ആയാൽ എന്നെ ഒരിക്കലും എന്ത് കയറ്റില്ല? ഈ വൈൽ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് കയറ്റില്ല. ഞാൻ നേരെ എന്ത് ചെയ്യണം? വൈൽ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് പോകണം. ഓക്കെ, അപ്പോൾ വൈൽ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് പോയി. പുറത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു 2 സ്റ്റെപ്പാണ് എനിക്ക് ചെയ്യാനുള്ളത്. അതിന് മുന്നേ ആലോചിക്കുക. അപ്പോൾ നമ്മളിവിടെ എത്തിയല്ലോ. അപ്പോൾ ഇയാളുടെ പേര് ടംബ് എന്നാണെന്ന് എനിക്ക് മനസ്സിലായി, ഇയാളുടെ പേര് പി ടി ആർ എന്നാണെന്ന് മനസ്സിലായി. ഇങ്ങനെയാണ് കണക്ഷൻ പോകേണ്ടത്. അപ്പോൾ ഇനി ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ ഈ ഇൻറ്റു മാർക്ക്, ഈ നള്ളിലേക്ക് ആരാണ് വരേണ്ടത്? തൊട്ടടുത്തുള്ള ആൾ വരണം അല്ലേ. തൊട്ടടുത്തുള്ള ആൾ ആരാ? 600. അപ്പോൾ ഇൻറ്റു മാർക്കുള്ളടുത്ത് ആരാണ് വരേണ്ടത്? 600 വരേണ്ടത്. 600 വരണമെങ്കിൽ ഞാൻ എങ്ങനെ എഴുതണം? പി ടി ആറിൻ്റെ ആരാ 600 ആവേണ്ടത്? ലിങ്ക് ആണല്ലേ 600 ആവേണ്ടത്. സോ പി ടി ആർ ലിങ്ക് ഈക്വൽ ടു ടംബ്. പി ടി ആർ ലിങ്ക് ഈക്വൽ ടു ടംബ്. പി ടി ആറിൻ്റെ ലിങ്കിലേക്ക് ടംബ് വരണം. അതായത് ടംബിൻ്റെ അഡ്രസ്സ് 600 ആണ്, 600 വരണം. 600 വന്നു. ഇനി അപ്പോൾ ഇവിടെ കണക്ഷൻ വന്നു അല്ലേ. അപ്പോൾ കണക്ഷൻ വന്നു. ടംബിൽ ഡാറ്റ 8 ഉണ്ട്, കണക്റ്റ് ആവുകയും ചെയ്തു. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നം കൂടി ഉണ്ട് അല്ലേ. ടംബിൻ്റെ ലിങ്ക് പോർഷൻ ഇപ്പോഴും ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ബ്ലാങ്ക് ആയിട്ട് കിടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് നള്ളാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. ബ്ലാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലല്ലോ, നള്ളല്ലേ, പിന്നെ എന്തിനാണ് ഞാൻ അഡീഷണലി നള്ളാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് എന്നൊന്നും കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഞാനിപ്പോൾ ഇങ്ങനെ എഴുതുകയാണെന്ന് വെച്ചാൽ സിയിൽ ഇൻറ്റ് എ എന്ന് എഴുതി. ഞാൻ എന്നിട്ട് ഇങ്ങനെ എഴുതുകയാണ് പ്രിൻ്റ് ഓഫ് പെർസെൻറ്റേജ് ഡി എ എന്ന് എഴുതുകയാണ്. അപ്പോൾ നമ്മൾ എന്താ അതിൻ്റെ മീനിങ്? എ നള്ളാണ് എന്നാണോ അതിൻ്റെ മീനിങ്? അല്ലെങ്കിൽ എ സീറോനെയാണ് പ്രിൻ്റ് ചെയ്യുക എന്നാണോ അതിൻ്റെ മീനിങ്? അല്ല, എയിൽ എന്തെങ്കിലും ഒരു ഗാർബേജ് വാല്യൂ ആയിരിക്കും ഉണ്ടാവുക, നമുക്കറിയില്ല. അതേപോലെ ഇവിടെ മേ ബി എന്തെങ്കിലും വന്നിട്ട് സ്റ്റോർ ആവാം, നമുക്ക് അറിയില്ല. അവിടെ ഒരു പോയിൻ്റർ വേരിയബിൾ ആണെങ്കിൽ കൂടി ഇവിടെ നമുക്ക് നള്ളായിട്ട് കിടക്കും, അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നള്ളല്ലേ എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത് ഗാർബേജ് വാല്യൂ മേ ബി എന്താവാം, അവിടെ വന്ന് കിടക്കാം. അപ്പോൾ നമ്മൾ അഡീഷണലി എന്ത് പറഞ്ഞു കൊടുക്കുകയാണ്? ടംബിൻ്റെ ലിങ്ക് ഇസ് ഈക്വൽ ടു നൾ. ടംബിൻ്റെ ലിങ്ക് ഇസ് ഈക്വൽ ടു നൾ. ഓക്കെ, അപ്പോൾ എൻഡിലാണ്. സോ എൻഡിലോട്ട് എത്തണം. സോ എൻഡിലോട്ട് എത്തണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ പോയി എൻഡിലുള്ള നോഡിനൊരു പേരിടാനൊന്നും പറ്റില്ല. അപ്പോൾ ആദ്യത്തെ ആൾക്ക് ഞാനൊരു പേര് കൊടുത്തു. എന്തോ ഒരു കണക്ഷൻ ഇട്ട്, ഒരു കണ്ടീഷൻ ഇട്ട് ഞാൻ എന്ത് ചെയ്തു? അവസാനത്തെ നോഡ് വരെ എത്തി. ദെൻ അവസാനത്തെ നോഡിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? ഒരു കണക്ഷൻ കൊടുത്തു. ദെൻ ഗെറ്റ് നോഡ് എന്ന് പറഞ്ഞാൽ ഇത് എല്ലാത്തിനും കോമൺ ആണ്. ഇതാണ് എന്ത്? എൻഡിങ്ങിൽ നടക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് കീ പൊസിഷനാണ്. അപ്പോൾ കീ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്താണ് കീ പൊസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഞാനിവിടെ കീ ഈക്വൽ ടു 2 എന്ന് പറയുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ കീ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡാറ്റയെയാണ് കേട്ടോ കീ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണല്ലോ 2 ഉള്ള നോഡ്. അപ്പോൾ കീ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? ട്രാവേഴ്സ് ചെയ്ത് ഇവിടം വരെ വരണം. ഇവിടം വരെ എത്തിയതിന് ശേഷം ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ആയിരിക്കണം ഞാൻ എന്ത് ചെയ്യേണ്ടത്? ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ 2 എന്നുള്ളതാണെങ്കിൽ ഈ 2ൻ്റെയും 3ൻ്റെയും ഇടയിൽ, അതായത് 300ൻ്റെയും 400ൻ്റെയും ഇടയിലായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നുണ്ടാവുക? ഒരു പുതിയ നോഡിനെ ഇൻസേർട്ട് ചെയ്യുന്നുണ്ടാവുക. ഇനി കീസ് ഈക്വൽ ടു 3 എന്നാണ് കൊടുത്തതെങ്കിൽ ഇതാണല്ലോ കീസ് ഈക്വൽ ടു 3. അങ്ങനെയാണെങ്കിൽ ഈ നോഡിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ, അതായത് ഈ 400ൻ്റെയും 500, ഈ 2 നോഡിൻ്റെയും ഇടയിലായിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നുണ്ടാവുക? ഇൻസേർട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ കീ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 2, 3, 4 അങ്ങനെയൊന്നുമല്ല നമ്മൾ പറയുക. നമ്മൾ ഏതൊരു പ്രോഗ്രാം എഴുതുമ്പോഴും ഏതൊരു ആൽഗോരിതം എഴുതുമ്പോഴും ജനറലൈസ് ചെയ്തിട്ടാണല്ലോ എഴുതുക. നമ്മൾ കീ എന്ന് മാത്രമേ കൊടുക്കുള്ളൂ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, കീ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡാറ്റേനെയാണ് കീ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഡാറ്റ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡാറ്റേൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലായിരിക്കും നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നുണ്ടാവുക? ഇൻസേർട്ട് ചെയ്യുന്നുണ്ടാവുക എന്ന് പറഞ്ഞൊരു കാര്യം മനസ്സിലാക്കുക. ഇപ്പം ഞാനിപ്പോൾ 2 ആണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് എൻ്റെ കീ എന്നുള്ളത് 2 ആണ്. ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. എല്ലായ്പ്പോഴും ഇങ്ങനെ ആവണമെന്നൊന്നുമില്ല. ഞാൻ കീസ് ഈക്വൽ ടു 2 കൊടുക്കുകയാണ്. അതായത് എനിക്ക് ഇവിടെയാണ് പുതിയൊരു നോഡിനെ ഞാൻ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എൻ്റെ ആ നോഡിൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 600 ആണെന്ന് നിങ്ങൾ വിചാരിച്ചോളൂ. ഞാനതിന് ടംബ് എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തു. ഞാൻ 8 ആണ് അതിലുള്ളൊരു വാല്യൂ. ഓക്കെ, അപ്പോൾ ഇത് 3ഉം കോമൺ ആണ്. ഞാൻ ആദ്യം എന്ത് ചെയ്യണം? പുതിയൊരു നോഡിനെ വേണമെങ്കിൽ ഗെറ്റ് നോഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് റിക്വസ്റ്റ് ചെയ്യണം. ഞാൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ എനിക്കൊരു നോഡ് കിട്ടി. ഞാൻ അതിനൊരു പേരിട്ട് വിളിച്ചു. ആ പേരാണ് എന്ത്? ടംബ്. ഇനി അതിലേക്ക് എനിക്ക് ഇഷ്ടമുള്ളൊരു വാല്യൂവിനെ ഞാൻ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചു. ഞാൻ സ്റ്റോർ ചെയ്ത വാല്യൂ 8 ആണെന്ന് വിചാരിക്കുക. സോ ടംബ് ഡാറ്റ ഈസ് ഈക്വൽ ടു 8 ഞാൻ അതിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോൾ എനിക്കൊരു പുതിയ നോഡിനെ റിക്വസ്റ്റ് ചെയ്തു, അതിലേക്ക് ഡാറ്റേനെ സ്റ്റോർ ചെയ്ത് വെച്ചു. ഇതവിടെ ഓക്കെ ആയി കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഞാൻ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അല്ലേ പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? സ്റ്റാർട്ടിങ്ങിൽ മുതൽ നോക്കി 2 ആയോ എന്ന് നോക്കി ഇവിടം വരെ ഞാൻ എത്തണം അല്ലേ. ഇവിടം വരെ എത്തിക്കഴിഞ്ഞാലേ എനിക്ക് പുതിയ നോഡിനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇവിടം വരെ എത്തണം. അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുക. ഓട്ടോമാറ്റിക്കലി എനിക്ക് ആദ്യം തന്നെ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതിനൊരു പേര് കൊടുക്കാനൊന്നും പറ്റില്ല.
അപ്പോൾ എന്താ പറയുക PTR ഈസ് ഈക്വൽ ടു കീ ഈക്വൽ ടു 2 എന്നുള്ള രീതിയിലൊന്നും എനിക്ക് പേര് കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ കീ ഈക്വൽ ടു 2 എന്നുള്ളത് ഞാനൊരു എക്സാമ്പിൾ എടുത്തതാണ്. അത് 2 ആവണമെന്ന് നിർബന്ധമില്ല. നമ്മളൊരു ആൽഗുരിതവും അതേപോലെ പ്രോഗ്രാമൊക്കെ എഴുതുമ്പോൾ ജനറലായിട്ട് ഏത് വന്നു കഴിഞ്ഞാലും അപ്ലിക്കബിൾ ആവുന്ന രീതിയിലാണല്ലോ നമ്മൾ എഴുതുക. അപ്പോൾ ആ രീതിക്കൊന്നും എനിക്ക് എഴുതാൻ പറ്റില്ല. പിന്നെ ആകെയുള്ളൊരു വഴി എന്താ, സ്റ്റാർട്ടിങ്ങിൽ മുതൽ ഞാൻ എഴുതി എന്തെങ്കിലും ട്രാവേഴ്സ് ചെയ്ത് ഞാൻ എവിടെ എത്തിക്കണം, ഈ നോഡിൽ എത്തിക്കണം. ഇത് മാത്രമാണ് ആകെയുള്ളൊരു വഴി. അപ്പോൾ നമുക്ക് ആകെ ആരെപ്പറ്റി മാത്രമേ അറിയുള്ളൂ. ഒന്നാമത്തെ ആളെ പറ്റി അറിയാം, അയാളെ പേര് ഹെഡാണ്. അപ്പോൾ ഹെഡ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അടുത്ത ആളെ പറ്റി ഒരു ഇൻഫർമേഷൻ ഉണ്ടല്ലോ, നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ ഇയാൾക്കൊരു പേര് വിളിച്ചു, ഇയാളെ പേര് PTR എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം, PTR ഈസ് ഈക്വൽ ടു ഹെഡിൻ്റെ ലിങ്ക്. അതായത് ഹെഡിൻ്റെ ലിങ്ക് 200 സോ 200 ആളെ ഞാൻ എന്ത് വിളിച്ചു, PTR എന്ന് വിളിച്ചു. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെക്ക് ചെയ്താൽ മതി, ഈ നോഡിൻ്റെ കീ 2 എന്ന് നോക്കിയാൽ പോരെ, അത്രയും നോക്കിയാൽ പോരെ. ഇതിൻ്റെ ഡാറ്റ 1 ആണോ അതോ 2 ആണ് ഞാനിപ്പോൾ എടുത്തത്. അപ്പോൾ 2 ആണോ നോക്കി പോയാൽ പോരെ. അപ്പോൾ ആദ്യം ഞാൻ നോക്കുകയാണ്, ഒരു ലൂപ്പ് ഇട്ടു, PTRൻ്റെ ഡാറ്റ നോട്ട് ഈക്വൽ ടു കീ. അപ്പോൾ ഇത് എൻ്റെ PTR ഇതാണ്. PTRൻ്റെ ഡാറ്റ എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 നോട്ട് ഈക്വൽ ടു കീ 2 ആണെങ്കിൽ ഞാൻ നോക്കുന്നത് ഇങ്ങനെയാണ്, 1 നോട്ട് ഈക്വൽ ടു 2. ദാറ്റ് മീൻസ് 1 2ന് ഈക്വൽ അല്ലല്ലോ എന്നാണ് ചോദ്യം. 1 2ന് ഈക്വൽ അല്ലല്ലോ. ഈക്വൽ ആണോ? അല്ല, 1ഉം 2ഉം ഈക്വൽ അല്ല. അപ്പോൾ ഈക്വൽ അല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടീഷൻ ട്രൂ ആണ്. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ എന്താ ഉള്ളത്, PTR ഈസ് ഈക്വൽ ടു PTRൻ്റെ ലിങ്ക്. ഞാൻ ഇതിന് PTR എന്ന് പേര് കൊടുത്തു. ഞാനിവിടെ പോയി നോക്കി എൻ്റെ കീ ആണോ, എൻ്റെ കീ അല്ല. എൻ്റെ കീ അല്ലെങ്കിൽ എനിക്കിതിനെ ഇനി PTR എന്ന് വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇതിനെ എന്ത് പേരിട്ട് വിളിച്ചിട്ടും കാര്യമൊന്നുമില്ല. സ്വാഭാവികമായിട്ടും തൊട്ടടുത്ത ആൾക്ക് ഞാൻ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ തൊട്ടടുത്ത ആളെ PTR എന്ന് പേര് വിളിക്കുകയാണ്. ഞാൻ ഇയാളെ എന്ത് ചെയ്യാണ്, കട്ട് ചെയ്യാണ്. സോ PTRൻ്റെ ലിങ്കിൽ 300 ആ 300 ആളെ ഞാൻ എന്ത് വിളിക്കുന്നു, പുതിയ PTR ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തത്. അപ്പോൾ മാറിയ സ്ഥിതിക്ക് ഞാൻ എന്ത് ചെയ്യണം, ഒന്നുകൂടെ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. PTRൻ്റെ ഡാറ്റ നോട്ട് ഈക്വൽ ടു കീ, അതായത് 2 നോട്ട് ഈക്വൽ ടു 2. അതായത് 2 2ന് ഈക്വൽ അല്ലല്ലോ എന്നാണ് എൻ്റെ കണ്ടീഷൻ. 2 2ന് ഈക്വൽ അല്ലേ, ഈക്വൽ ആണ്. അതായത് ഈ കണ്ടീഷൻ തെറ്റിപ്പോയി. ഈ കണ്ടീഷൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല, കയറാൻ സമ്മതിക്കില്ല. ഞാൻ നേരെ പുറത്തേക്ക് പോകണം. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം. ഇവിടെ ഞാൻ ചെയ്യുന്നത്, ഞാൻ കീ ആണോ എന്നാണ് നോക്കി വരുന്നത്. അപ്പോൾ എന്താ ഈ കീ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡാറ്റ വാല്യൂ ആണോ എന്നാണ് നോക്കി വരുന്നത്. അപ്പോൾ ഇതിന് ഡയറക്റ്റ് ആയിട്ടൊരു പേര് കൊടുക്കാൻ യാതൊരുവിധ നിർവാഹവും നമ്മുടെ അടുത്തില്ല. അപ്പോൾ ഞാൻ ആദ്യം മുതലേ പേരിട്ട് ഇങ്ങനെ ചാടിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ ആദ്യം ഇയാളെ PTR എന്ന് വിളിച്ചു. ഇയാളുടെ ഡാറ്റ നമ്മളുടെ കീന് ഈക്വൽ ആണോ നോക്കി. ഈക്വൽ അല്ലെങ്കിൽ ഞാൻ തൊട്ടടുത്തുള്ള ആൾക്ക് എന്ത് വിളിച്ചു, PTR എന്നുള്ള പേര് വിളിച്ചു. അയാളുടെ കീ ഈക്വൽ ആണോ നോക്കി വന്നു. അപ്പോൾ ഇവിടെ ഞാൻ നോക്കിയ സമയത്ത് 2 2ന് ഈക്വൽ ആണ്. അപ്പോൾ 2 2ന് ഈക്വൽ അല്ലേ എന്നുള്ള കണ്ടീഷൻ തെറ്റിപ്പോയി. കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, പുറത്തേക്ക് വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എവിടെ എത്തിയെന്ന് മനസ്സിലായി, എൻ്റെ കീ പൊസിഷനിൽ ഞാൻ എത്തിയെന്ന് എനിക്ക് മനസ്സിലായി. അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്, ഇൻസേർട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു കേസും മനസ്സിലായി. ഇവിടുന്ന് എങ്ങനെയാണ് കണക്ഷൻ വരിക, ഇവിടുന്ന് നേരെ ഇങ്ങോട്ടേക്ക് ഒരു കണക്ഷൻ വരും, ഇവിടുന്ന് നേരെ ഇങ്ങോട്ടേക്ക് ഒരു കണക്ഷൻ വരും അല്ലേ. ഇങ്ങനെയാണ് കണക്ഷൻ വരിക. പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇയാളുടെ പേര് PTR ആണെന്ന് എനിക്ക് മനസ്സിലായി, ഇയാളുടെ പേര് ടംബാണെന്ന് എനിക്ക് മനസ്സിലായി. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്ന ആരൊക്കെയാണ്, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും ഈ നോഡും ഈ 300 നോഡും 400 നോഡും അതേപോലെ 600 ടെമ്പ് എന്ന് പറഞ്ഞ നോഡും, ഈ 3 നോഡുകളും എന്ത് ചെയ്യുന്നുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇയാളെ പേര് നമുക്കറിയാം, ഇയാളുടെ പേര് നമുക്കറിയാം, ഇയാളുടെ പേര് നമുക്കറിയില്ല. അപ്പോൾ ഇയാൾക്ക് കൂടി ഒരു പേരിട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കണക്ഷൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇയാൾക്ക് ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യണം, കണക്ഷൻ കൊടുക്കുന്നതിനേക്കാൾ മുന്നേ ഇയാൾക്ക് ഞാനൊരു പേര് കൊടുക്കണം. അപ്പോൾ ഇയാൾക്ക് ഞാൻ എങ്ങനെ പേര് കൊടുക്കും, ഇയാൾക്ക് എനിക്ക് ഇങ്ങനെ കൊടുത്തൂടെ, ഇയാൾക്ക് ഞാൻ PTR1 എന്ന് ഇയാളെ വിളിക്കുകയാണ്. സോ PTR1 ഈസ് ഈക്വൽ ടു PTRൻ്റെ ലിങ്ക്. ഇപ്പോൾ ഉള്ള PTRൻ്റെ ലിങ്ക് 400 ആണ്. സോ 400 ആളെ ഞാൻ എന്ത് വിളിക്കുന്നു, PTR1 എന്ന് വിളിക്കുന്നു. ഈ സിറ്റുവേഷൻ ആലോചിക്കുക, നമ്മൾ ഇയാളെ എപ്പോഴാണ് PTR1 എന്ന് വിളിച്ചത്, ഹെഡിൻ്റെ ലിങ്കിലുള്ള ആളെയാണ് ഞാൻ PTR എന്ന് വിളിച്ചത് അല്ലേ. അതായത് തൊട്ട് മുന്നിലുള്ള ആളെ നമുക്കറിയാമെങ്കിൽ അതിൻ്റെ ലിങ്ക് വെച്ച് അടുത്ത ആളെ എനിക്ക് എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം. അങ്ങനെയാണ് നമ്മൾ ഇയാളെ PTR എന്ന് വിളിച്ചിരുന്നത്. സിമിലിയർ കേസ്, എനിക്ക് ഇയാളെ പേര് PTR എന്നാണെന്ന് അറിയാം. അപ്പോൾ തൊട്ടടുത്തുള്ള ആളെ എനിക്ക് എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം, അത് ഒരു വിഷയമേ ഉള്ള കാര്യമേ അല്ല. അപ്പോൾ ഇയാളുടെ പേര് PTR എന്നുള്ളതാണ്. സോ PTRൻ്റെ ലിങ്കിലുള്ളത് 400 ആണ്. സോ 400 ആളെ ഞാൻ എന്ത് വിളിച്ചു, PTR1 എന്ന് വിളിച്ചു. അപ്പം ഇയാളെ പേര് PTR, ഇയാളെ പേര് PTR1, ഇയാളെ പേര് ടെമ്പ്. അപ്പോൾ എല്ലാവരെ പറ്റിയും എനിക്ക് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി ഞാൻ ലിങ്ക് ഇട്ടാൽ പോരെ. ഈ 400 സ്ഥലത്തേക്ക് ആര് വരണം, ഈ 600 വരണ്ടേ, ഈ 600 വരണം. ഈ 600 വന്നു കഴിഞ്ഞാൽ കണക്ഷൻ നേരെ ഇങ്ങനെ വരും അല്ലേ.
അപ്പോൾ ഇവിടെ 600 വരണമെങ്കിൽ ഞാൻ എന്ത് കൊടുക്കണം? പി ടി ആറിൻ്റെ ലിങ്കാണ് 600 ആവേണ്ടത്. സോ പി ടി ആറിൻ്റെ ലിങ്ക് ഈക്വൽ ടു ടെമ്പ്. പി ടി ആറിൻ്റെ ലിങ്ക് ഈക്വൽ ടു ടെമ്പ്. അപ്പോൾ ഇവിടെ 600 വന്നു. ഓക്കെ. ഇനി ഇവിടെ നള്ളായിട്ട് ഇവിടെ ഒന്നുമില്ല, ഒരു ഗാർബേജ് വാല്യൂ ആയിരിക്കും കിടക്കുന്നുണ്ടാവുക. ഇവിടുന്ന് നേരെ ഇങ്ങനെയല്ലേ കണക്ഷൻ വരേണ്ടത്. ഈ കണക്ഷൻ പോയിട്ട് ഇങ്ങനെയാണ് കണക്ഷൻ വരേണ്ടത്. ഇവിടെ ആര് വരണം? 400 വരണം. 400 വരണമെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? എവിടെയാണ് 400 വരേണ്ടത്? ടമ്പിൻ്റെ ലിങ്കിൽ പി ടി ആർ 1, അതായത് 400 വരണം. സോ ഞാൻ എന്ത് എഴുതി? ടമ്പിൻ്റെ ലിങ്ക് ഈക്വൽ ടു പി ടി ആർ 1. നേരെ വന്നു. ഈ കണക്ഷൻ അവിടെ നിന്ന് പോയി നേരെ എന്ത് ചെയ്തു? ടമ്പ് അതിൻ്റെ ഇടയിലേക്ക് കയറി. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വരച്ചിട്ട് എഴുതി നോക്കുക. ഞാൻ എത്ര പറഞ്ഞാലും സ്വയം നമ്മളൊരു ലിങ്ക് ലിസ്റ്റ് വരച്ച് ചെയ്ത് നോക്കുക. ആ ലോജിക്ക് കത്തണം, എന്നാലേ കിട്ടുള്ളൂ. നിങ്ങൾക്ക് കത്തിക്കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പം ഡാറ്റ സ്ട്രക്ചർ ഏറ്റവും എളുപ്പമുള്ളത് ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഏരിയ ആണെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ എക്സാമിന് ചോദിക്കാറുണ്ട്. എക്സാമിന് പ്രോഗ്രാം ചോദിച്ചു കഴിഞ്ഞാലും ആൽഗോരിതം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ആൽഗോരിതം ആണ് എഴുതി കഴിഞ്ഞാൽ വാല്യൂഷൻ ക്യാമ്പിൽ മാർക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ലാബിൽ പ്രോഗ്രാം ചെയ്യും, പക്ഷേ പ്രോഗ്രാം ഇച്ചിരി കട്ടിയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ആൽഗോരിതം പഠിച്ചാൽ പോലും നിങ്ങൾക്ക് എക്സാമിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങളെന്ത് ചെയ്യുക? നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഒരു ലിങ്ക് ലിസ്റ്റ് വരച്ചിട്ട് ഇതിൻ്റെ കണക്ഷൻ എഴുതി നോക്കുക. നിങ്ങൾ എത്രത്തോളം എഴുതി നോക്കുന്നു അത്രത്തോളം മാത്രമേ ഇതിൻ്റെ കണക്ഷൻ മനസ്സിലാവുള്ളൂ. അല്ലാതെ ഞാനോ അല്ലെങ്കിൽ വേറെ ആരോ എത്ര നന്നായിട്ട് പറഞ്ഞു തന്നിട്ടും നമ്മൾ സ്വയമായിട്ട് അത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആര് തന്നെയാണെങ്കിലും സ്വന്തമായിട്ട് അതിലൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ അത് കത്തുള്ളൂ. അപ്പോൾ നോക്കുക, ബിഗിനിങ് എൻഡ് കീ പൊസിഷൻ ഉണ്ട്. ബിഗിനിങ്ങും എൻഡിങ്ങും കുറച്ചും കൂടി നന്നായിട്ട് കത്തും. കീ പൊസിഷനാണ് കുറച്ചും കൂടി സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ.